നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഇക്കുറി വിജയിച്ചെടുക്കുക, അത് NDAയുടെ BJPയുടെ ലക്ഷ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ടും കൽപ്പിച്ച് ഇക്കുറി രംഗത്ത് വന്നത് കേരളത്തെ അങ്ങനെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് ശക്തമായ വേരോട്ടമുണ്ടാക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇക്കുറി നിരവധി BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുമെന്ന് നരേന്ദ്രമോദി പലതവണ പറഞ്ഞതാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒരു പ്രധാനമന്ത്രി 7 തവണ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സന്ദർശനം നടത്തണമെങ്കിൽ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് കേരളത്തെ നരേന്ദ്രമോദി കാണുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ പ്രധാനമന്ത്രിയുടെ ആഗ്രഹത്തിനനുസരിച്ച് കേരളത്തിൽ എത്ര മണ്ഡലങ്ങളിൽ താമര വിരിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം തന്നെ നടക്കുന്നു. എങ്കിലും നരേന്ദ്രമോദി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മലയാളത്തിലെ ഏഷ്യാനെറ്റ് എന്ന ചാനലിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഒരു മലയാളം ചാനലിന് അഭിമുഖം നൽകുന്നത്. ആ അഭിമുഖം ഇന്ന് പ്രക്ഷേപണം ചെയ്യാനിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ചില വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കരിവന്നൂർ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട പണം അതിലെ നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു നരേന്ദ്രമോദി. എങ്ങനെ ആ പണം നിക്ഷേപകർക്ക് തിരികെ നൽകാം എന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിക്കഴിഞ്ഞുവെന്ന് നരേന്ദ്രമോദി പറയുന്നു. നിക്ഷേപകർക്ക് 1 രൂപ പോലും നഷ്ടപ്പെടില്ല. ആ പണം തിരികെ നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും പ്രധാനമന്ത്രി വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. ആലത്തൂരിലെ സ്ഥാനാർത്ഥി സരസു ടീച്ചറുമായി ടെലിഫോണിൽ സംസാരിക്കവേ സരസു ടീച്ചർ ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്നും സഹകരണ ബാങ്ക് കൊള്ളയെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തുമെന്നും കേരളത്തിൽ കരിവന്നൂർ ബാങ്ക് മാത്രമല്ല കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന സഹകരണ തട്ടിപ്പ് സംബന്ധിച്ച് കൃത്യമായ പരിശോധന കേന്ദ്ര സർക്കാർ നടത്തുമെന്നും നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ കാട്ടാക്കടയിൽ ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം നടത്തിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോഴും സഹകരണ മേഖലയിലെ കാട്ടുകള്ളന്മാർക്കെതിരെയുള്ള നടപടികൾ കർശനമായി നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴിതാ വീണ്ടും കരിവന്നൂർ പോലെയുള്ള ഒരു CPMൻ്റെ നേതാക്കന്മാർ ഇടപെട്ട കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ജീവിത മാർഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയ ഒരു തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി തന്നെ ഇടപെടുന്നു. അതിൽ പ്രധാനമന്ത്രി കരിവന്നൂരിലെ ജനതയ്ക്ക് വാക്കു നൽകുകയാണ്. നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല. നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത പണം കൃത്യമായി പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തരും. 94 കോടി രൂപ ED കണ്ടെത്തിയിരിക്കുന്നു. ആ പണം അവിടുത്തെ ജനങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് കരിവന്നൂർ ജനതയ്ക്ക് ഒരു ആശ്വാസമാണ്. കരിവന്നൂർ സംഭവത്തിൽ നമുക്കറിയാം, ഒരു പദയാത്ര നടത്തിയത് സുരേഷ് ഗോപി മാത്രമാണ്. ആ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുകയാണ്. കരിവന്നൂരിലെ ജനതയ്ക്ക് ആശ്വാസകരമാകുന്ന വാക്കുകൾ നൽകിക്കൊണ്ട് അവിടെ പണം നഷ്ടപ്പെട്ട 10,000 പേരുണ്ട്. അവരും അവരുടെ കുടുംബങ്ങളും നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ വോട്ടിക്കുറി സുരേഷ് ഗോപിക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ കരിവന്നൂരിലൂടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള വലിയ ദൗത്യം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇക്കുറി താമര വിരിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം തന്ത്രങ്ങൾ മെനയുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.